ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? SSLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് യാതൊരു പ്രതിസന്ധിയും അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. മാർച്ച് 4 മുതൽ 25 വരെ പരീക്ഷ എഴുതി. ഇതിൽ കുറെ അക്കങ്ങളാണ് വരുന്നത്, കണക്കുകൾ. അടിപൊളി. ഇത് ഞാനൊരു വളരെ നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂട് തൊണ്ടേക്കറി കുരുങ്ങി. അത് വിട്, ഞാൻ അർത്ഥം പറഞ്ഞുതരാം. കണക്കുകളിലൊന്നും യാതൊരു തെറ്റും വരാൻ സാധ്യതയില്ല. മറ്റെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞ മറുപടികൾ വസ്തുതക്ക് നിരക്കുന്നതല്ല സർ. നിയമസഭയിൽ വസ്തുതാവിരുദ്ധമായ കണക്കുകൾ ഔദ്യോഗികമായി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അവകാശ ലംഘനത്തോളം വരുന്ന കാര്യമാണ് സർ. പറയട്ടെ, നിങ്ങളെ ആ കുട്ടികൾക്ക് ഈ സമീപനം തിരിച്ചടി തന്നെയാണ്. പൊട്ടിപ്പാളീസായില്ലേ? ഇതാണ് ഈ ജാതി അസഹിഷ്ണുതൊക്കെ കിട്ടുന്നതാണ്. പൊട്ടിപ്പാളീസായി തകർന്ന് തരിപ്പണായി പോയത് ഇതുകൊണ്ടാണ്. 8 കൊല്ലത്തിൽ നിങ്ങൾ 1000 ബാർ കൊടുത്തില്ലേ? ഞങ്ങൾ ഈ ഭരണട്ട് പോകുമ്പോ 27 ബാറേ കേരളത്തിലുള്ളൂ. ഇന്ന് 1000 ചില ബാറുണ്ട്. 8 കൊല്ലം കൊണ്ട് 1000 ബാർ കൊടുത്ത നിങ്ങൾ 8 കൊല്ലത്തിനുള്ളിൽ കുട്ടികൾക്ക് പഠിക്കാൻ യാതൊരു കൊടുത്തില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. മാറി മാറി വന്ന എല്ലാ സർക്കാരുകളുടെയും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസമായിരുന്നു. മന്ത്രി ഇവിടെ അവതരിപ്പിച്ച കണക്കുകൾ സർക്കാരിന്റെ വെബ്സൈറ്റിലെ കണക്കുകളുമായി യാതൊരു ബന്ധമില്ലാത്ത കണക്കുകളാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. പൊന്നാനിയിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു സാധാരണ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് നിലമ്പൂർ അഡ്മിഷൻ കിട്ടിയാൽ പോകാൻ പറ്റുമോ? ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ചെറിയങ്കീര് താലൂക്കിൽ പഠിക്കുന്ന ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഇവിടെ നെയ്യാറ്റിങ്കര താലൂക്കിൽ അഡ്മിഷൻ കിട്ടിയാൽ പോകാൻ പറ്റുമോ? ഇവന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരം ഒരു സർവേ നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബാച്ച് ഷിഫ്റ്റ് നടത്തിയിട്ടുള്ളത്. ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് 17,000 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് എന്ന് ആലോചിക്കാനുള്ള യുക്തിയുള്ള ആരും ഈ വിദ്യാഭ്യാസ വകുപ്പിലില്ലേ? വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? പരസ്പര വിരുദ്ധമാണ്. അങ്ങയുടെ സ്റ്റാറ്റിസ്റ്റിക്സും യാഥാർത്ഥ്യവും തമ്മിൽ പരസ്പര വിരുദ്ധമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. 65 മുതൽ 75 വരെ കുട്ടികൾ ചില ക്ലാസ്സുകളിൽ വരിക. 75 കുട്ടികളെ വെച്ച് എങ്ങനെ പഠിപ്പിക്കും? സമ്മേളനമാണോ? അഡ്മിഷൻ ഉറപ്പില്ല, നല്ല സ്കൂളിൽ കിട്ടുമെന്ന് ഉറപ്പില്ല. ഇത് വളരെ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല തളർന്നുപോകും. 100% ഞാൻ യോജിക്കുന്നു. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.